എന്താ പഴങ്ങിയിരിക്കുകയാണെന്നുള്ളത് ചിലപ്പോ തല്ലിന്ന് വരും. ഈ ആശി ഈ പുട്ടിന് തേങ്ങ എല്ലാം പിന്നെ ദേഷ്യം വരുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ കുണ്ട എന്നെ വിളിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും. ശാരികയുടെ പല ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട്. അത് സ്വഭാവമല്ലല്ലോ എന്നോട് ചോദിക്കുന്ന സ്വഭാവം. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എടുത്തൊന്ന് ഇടയ്ക്ക് വായിക്കണം. കുണ്ടൻ ചാന്തുവിട്ട് 9 എന്നൊക്കെ പറയുന്ന ആൾ, കോഴിക്കൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞു സംശയരോഗം ഉണ്ടോ? നിങ്ങൾ ആരെ ഗുണ്ട് തല്ലാൻ? പരസ്പരം ലോകത്ത് ഒരു കപ്പിൾ ഇടി വെച്ച് മൂക്കിടിച്ച് ചതച്ചു. ദുബായിൽ വെച്ച് നിങ്ങൾ ഒരിക്കൽ ജയിലിൽ കിടന്ന, ഒരു 28 ദിവസം ജയിലിൽ കിടന്ന കാര്യം പറഞ്ഞു. അത് കേറി നിങ്ങൾ തന്നെ പറഞ്ഞു, കാരണം കുറ്റി നോക്കി കൊടുത്തുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഒരു കേസ് അല്ലല്ല. അത് ഞാൻ അപ്പോ താങ്കളുടെ മാരേജ് ഒരിക്കൽ കഴിഞ്ഞിരുന്നതാണ്. നിങ്ങളൊരു കപട മുഖമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ്. ഞാൻ എന്ത് കോമാളത്തിലാണ് കാണിച്ചത്? എന്റെ പൊന്നുസാക്കിയാണോ കോമാളത്തിൽ? ഹോട്ട് സീറ്റിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ജെസ്സി. അപ്പൊ ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. എനിക്കെന്താ കൊമ്പുണ്ടോ? ഞാൻ പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ എന്താണ് ഇത്ര പറയാനുള്ളത്? ഒരു ആണ് ഒരു ട്രാൻസ് വുമനെ കല്യാണം കഴിച്ച എന്താണ് പ്രശ്നം? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ്. ഇന്ന് നമ്മളോടൊപ്പം ജെസ്സി. ജെസ്സി ഹായ്. പക്ഷെ ജെസ്സി എന്ന് പറഞ്ഞാൽ മാത്രം അറിയില്ല, ആഷി ജെസ്സി എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത് അല്ലേ? സത്യത്തിൽ ഒരു കപ്പിളായി കഴിയുമ്പോൾ എല്ലാവരാലും അറിയപ്പെടേണ്ട, നല്ല രീതിയിൽ അറിയപ്പെടേണ്ടതിന് പകരം ഇതിപ്പോ കോൺട്രവേഴ്സിലായിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ജെൻഡർ ഇതെല്ലാം ചോദ്യചിഹ്നത്തിലാണ്. അത് എന്തുകൊണ്ടാണ്? ശരിക്കും എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഐഡന്റിറ്റി? ഞാനൊരു ട്രാൻസ് വുമൺ ആയിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ആണ്. ഞാൻ ട്രാൻസ് വുമണാണ്. എനിക്ക് വളരെ ബോൾഡായിട്ട് വളരെ സന്തോഷമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി തന്നെയാണ് ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്നത്. അതിനൊപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഓൾറെഡി ഞാൻ ശാരികയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ വന്നത്. ഞാൻ ഓൾറെഡി ശാരികയുടെ കുറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, ഭാഷ നല്ലതായിരിക്കണം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു എന്താ പറയുക ഉന്തിക്കയറ്റാവരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കില്ല. എനിക്ക് പറ്റാത്ത ചോദ്യമുള്ളതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ജെസ്സി, പറ്റാത്ത ചോദ്യം താങ്കൾക്ക് ഇറങ്ങി പോകാം. പക്ഷേ ഹോട്ട് സീറ്റ് എന്ന ഷോയില് എന്നോട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്ന ഒരു ഷോ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റിനോട് അവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം. എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ആ ഒരു ചോദ്യം അനുസരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക. അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും. ഞാൻ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ ജാസിക്ക് ശരിക്കും എന്നെ ഭയമുണ്ടല്ലേ? എന്തിന്? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇൻട്രോ ഇപ്പൊ ആദ്യമേ തന്നെ ഒരു ഗസ്റ്റും എന്റെ ഹോട്ട് സീറ്റിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനൊരു ഞാനത് ചോദിക്കാൻ കണ്ടീഷൻ വെച്ചിട്ടില്ല. അല്ല, ഞാനത് ആ കണ്ടീഷൻ വെക്കാൻ കാരണം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ സ്പേസ് ഉണ്ട്. അതിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയുള്ളൂ. അപ്പൊ ഇങ്ങനൊരു ഷോയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ജെസ്സി. അപ്പോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയ ഷോ ആണ് ഇപ്പോ. കാരണം എല്ലാ ഗസ്റ്റുകളും വരാറുണ്ട്. ഗസ്റ്റുകൾക്ക് ഞാനാണ് ആങ്കർ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അല്ല, ഞാൻ ഒരു ഷോ വെച്ചിട്ട് ആ ഷോയിൽ എന്തും പറയാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് എന്തും ചോദിക്കാം, എന്തും ഉള്ള മറുപടി ചോദിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാം എന്നുള്ള അത് അങ്ങനെ ഒരു ഷോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ വെച്ചിട്ട് എന്തും ചോദിച്ച് അവരെ ഉള്ളിലെടുക്കുന്നത് അത് നല്ല കാര്യമാണോ ശാരിക? അല്ല, ശരിക്കും ഹോട്ട് സീറ്റിന്റെ രീതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ശരിക്കും ജാസിയും അഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ട് സീറ്റ് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഇല്ല. ഞാനും ആഷിയും തമ്മിൽ അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ നല്ല പ്രണയിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പോയി. ഞാൻ കുറെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാർ വിലയിരുത്തുന്നതും ഞങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന കപ്പിൾസ് അല്ല ഞങ്ങൾ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം തമ്മിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക്
കേൾക്കാറുണ്ട്. നിങ്ങൾ പല ഇന്റർവ്യൂവിലും വന്നിരുന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു, പിന്നെ ഞങ്ങൾ ഒരുമിച്ചു എന്നൊക്കെ ശരിക്കും ഈ ഇന്റർവ്യൂവറെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണോ മറ്റു പല ഷോകളിൽ ചെന്നിട്ട്? ഞാൻ ഒരിക്കലും അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളത് ഒരു ഷോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ യുഎയിലെ ടിക്ടോക്കുള്ള സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുള്ള സമയത്ത് ടിക്ടോക്ക് ലൈവിലും അതേപോലെ ടിക്ടോക്കിൽ ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പിരിഞ്ഞു, ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കോൺട്രവേഴ്സി കഴിഞ്ഞ് അത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെയായിരുന്നു ഇവിടെ നാട്ടില്. ചർച്ചാ വിഷയമാകും, കാരണം അത്ര രീതിയിലാണ് ജസി അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം ചർച്ചയായില്ലെങ്കിൽ അതിശയപ്പെടാനുള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് വീണ്ടും അത് കുത്തിപ്പൊക്കിയത് എനിക്കറിയില്ല എന്തിനാ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അവർക്ക് ഇനിയിപ്പോ ഈ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ജാസി ആഷി അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, ജാസി ആഷി എന്നൊരു പേര് പറഞ്ഞാൽ അവിടെ റീച്ചാണ്. എനിക്കറിയില്ല അത് എന്താന്നുള്ളത്. ജാസിയുടെ ആഷിന്റെ ഒരു ഫോട്ടോ വെച്ച് ഒരാളെ വീഡിയോ ഇട്ട് ആ വീഡിയോ ഭയങ്കര റീച്ച് ആയിട്ട് അങ്ങ് പോകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഫൈൻ, നിങ്ങളെ ഒറ്റ ചോദ്യം, ക്ലിയർ ആണ് ചോദ്യം, നിങ്ങൾ എന്തിനാണ് ആഷിയെ തല്ലിയത്? ഞാൻ ആഷിനെ തല്ലിയതോ? ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്. അങ്ങനെ അതെച്ചാ പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്തിങ്ങളെ പാടുകൾ ഇന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് എനിക്കൊന്ന് ലൈവ് ചെയ്യുന്ന സമയത്തും ജസിയുടെ മുഖത്തും ഇവിടെ കണ്ണിന്റെ പക്ഷേ ആഷിക്കായിരുന്നു പരിക്കുകൾ കൂടുതല്. അങ്ങനെയൊന്നുമില്ല. പരിക്കുകൾ കൂടുതൽ പറയുമ്പോ ഞാൻ എന്റെ ഒരു കൈയും ആഷിയുടെ കൈയും വെച്ച് നോക്കിയാൽ അറിയാം ആർക്കാണ് പഞ്ച് കൂടുതൽ എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. കാരണം ആ ലൈഫിൽ നിന്ന് വീണ്ടും അത് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഞങ്ങൾക്ക് അത്രയും ബോണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് രണ്ട് വ്യക്തികളാണ്. ഞങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ആ പാസ്റ്റ് അത് പാസ്റ്റ് ആയിട്ട് തന്നെ പോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ പാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ചെയ്യാൻ പോകത്തില്ല. നമ്മുടെ കൈകളിൽ ഒതുങ്ങിയ കാര്യമായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും പാസ്റ്റ് ആയിട്ട് പോകത്തില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ വന്ന് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല. നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട മുഖം തുറന്നു കാണിക്കപ്പെടത്തില്ലേ? അതായത് ഇതായിരുന്നു ജസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നു ആശയോട്. വൃത്തികെട്ട മുഖമല്ല. ഇവൻ ഇപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊരു ഞാൻ എന്റെ കോൺസെപ്റ്റ് പറയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല. അതിന് അവരെ ഉപദ്രവിക്കുവോ? ഉപദ്രവിച്ചു തരും. കാരണം അത് രണ്ട് മുഖമല്ല, അത് എന്റെ പേഴ്സണാലിറ്റി, എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാള് വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റില്ല. പലവരും വീടിന് മുമ്പിൽ പറയായിരിക്കും നമുക്ക് നമ്മളെ പങ്കാളികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാന്ന്. ഞാൻ ഒരു ചാൻസ് കൊടുക്കത്തില്ല. അല്ല, നിങ്ങളുടെ ഇത്രയും ക്രൂരമായ രീതിയിൽ പുള്ളിയെ തള്ളി താഴെയിടാനായിട്ട്, അല്ലെ തള്ളി താഴെയിടാൻ അല്ലെങ്കിൽ അടിച്ച് താഴെയിടാൻ മാത്രം ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ആഷിനെ അടിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് അടിച്ചതല്ല. ഞാൻ ആഷിനെ കടിക്കുക ചെയ്തത്. കാരണം എനിക്ക് അറിയാം ആഷിനെ ഞാൻ എത്രത്തോളം. ആഷി ഭയങ്കര വെയിറ്റ് ഉള്ള ആളാണ്. ആ ആഷിനെ എനിക്ക് പിടിച്ചു വെച്ച് തല്ലാനുള്ള ഗൽപ്പൊന്നും എനിക്കില്ല. പക്ഷെ ആഷിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ പഞ്ച് കറക്റ്റ് പഞ്ചായിരുന്നു. അത് ആ പഞ്ചിൽ ഞാൻ ഒടുങ്ങി. പക്ഷെ ഞാൻ കേട്ടത്, ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ടെന്നൊക്കെ. നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നുണ്ട്? നാട്ടുകാർ പറഞ്ഞ എല്ലാം സത്യമാണോ? ഇപ്പൊ നാട്ടുകാർ ഇപ്പൊ കുറെ വീഡിയോസിൽ ഇറക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇറക്കുന്നുണ്ട്. അങ്ങനെ കോൺട്രവേഴ്സി വേണ്ടിയിട്ട് ഞങ്ങൾ ജസിയുടെ മുഖത്ത് ആൾക്കാരോട്, നിങ്ങളെ വളർത്തിയ ജാസിയോട് ഇത്ര പുച്ഛം എന്താണ്? എനിക്ക് വളർത്തിയ ആൾക്കാരോട് പുച്ഛമില്ല. പക്ഷെ എന്നെ എനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തത് നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണൽ ബെഡ് സ്റ്റോറീസ് കൊണ്ട് നാട്ടുകാർ മുമ്പിൽ വിളമ്പിയത്, അല്ല നാട്ടുകാർ വന്ന് നമുക്ക് ഡിഗപ്പ് ചെയ്തതല്ലോ. അല്ല, ഞാനൊരു കാര്യം പറ്റേ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ലൈവിൽ പോയിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം അത് ചെയ്യേണ്ടായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മൈൻഡിൽ എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം എൻ്റെ ലൈഫ് പിന്നെ അങ്ങോട്ട് ഇല്ല എന്നുള്ളൊരു, കാരണം അത്രമേൽ ഞാൻ സ്നേഹിച്ച വ്യക്തി വേറൊരാളത്തേക്ക് പോയി ഇനി ആ ആൾ എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് തോന്നിയപ്പോൾ എനിക്കുണ്ടായ ഒരു അവസ്ഥയാണ് അത് അവിടെ കാണിക്കുന്നത്. അത് എനിക്കെന്നല്ല, എന്നിലൂടെ പലവരും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞങ്ങളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ആൾ പോയാലും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം, ഇപ്പോൾ എത്രയോ കോമഡി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ ചെറിയ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഭാര്യയുടെ പെൺസുഹൃത്ത് വരുന്നു, അവരുടെ മിങ്കിൾ ചെയ്യുന്നു, സ്വന്തം ഭാര്യ അതിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു, പിന്നെ അയാൾ പോയി കഴിഞ്ഞാൽ ഭാര്യ അവനെ അടിക്കുന്നു, തല്ലുന്നു. അത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. അത്രമേൽ അയാളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അന്ന് സംഭവിച്ചത്. അങ്ങനെയുള്ള ലോകത്തുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരെ തല്ലിച്ചതയ്ക്കുന്നവരാണെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ അങ്ങനെ ഞാൻ പറയുന്നത് റിയൽ ആയിട്ട് സ്നേഹിക്കുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് തന്റെ ഭർത്താവ് പോയി എന്ന് പറഞ്ഞാൽ അത്
ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അഷിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, വളരെ മകനെ കൊണ്ടുപോയതാണ്, അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ശരിക്കും അവരുടെ മകനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണല്ലോ. ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് ആ ഉമ്മാരുടെ ദേഷ്യമോ അല്ലെങ്കിൽ ആ വോയിസ് കേട്ടപ്പോൾ ആ ഉമ്മാരുടെ വെറുപ്പോ അല്ല എനിക്ക് തോന്നിയത്. കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആഷിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. ചിലപ്പോൾ ആ ഉമ്മാക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഭാവിയിൽ എന്നെ റെഡി ആവുമായിരിക്കും. കാരണം ഇപ്പൊ ഒരുപാട് ട്രാൻസ് വുമൻസിനൊക്കെ നല്ല നല്ല ഹൈ പ്രൊഫൈലുള്ള ഫാമിലീസിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നില്ലേ. അപ്പോ അതേപോലെ ഇനിയും മാറുമായിരിക്കും, കാലം മാറുമല്ലോ എന്തായാലും. ആയിട്ടുള്ള ഒരു പുരുഷൻ ഒരു ട്രാൻസ് വുമണിനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചാന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ല. രണ്ടു കൂട്ടരും ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ട്രാൻസ് മാൻ ഒരു ട്രാൻസ് വുമൺ ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നുമില്ല. നോർമൽ ആൾക്കാരും ട്രാൻസ് വുമണിനൊക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ചിലപ്പോൾ പൊതുസമൂഹത്ത് വന്ന് പറയാനുള്ള ഒരു നമ്മുടെ ഈ ഫേമസ് കപ്പിൾസിൽ ആരും തന്നെ അങ്ങനെ വന്നതായിട്ട് എന്റെ അറിവ് കുറവാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങളെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസിലുണ്ട്. ഉണ്ട് അങ്ങനെ ട്രാൻസ് മിക്കവരും ഇപ്പൊ നിങ്ങൾ പറയുന്നു അഷി ക്യൂർ ആണ് അല്ലെങ്കിൽ പുള്ളി ട്രാൻസ് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ശരിക്കും ഒറിജിനലി ബൈ ബർത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഫിസിക്കലി അങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചാൽ ബൈ ബർത്ത് ഒരിക്കലും ആശയല്ല. പക്ഷേ അല്ല, ആശി ശരിക്കും ഒരു പുരുഷനായിട്ട് തന്നെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത്, ശരിക്കും ഒരു ജെൻഡർ ഐഡന്റിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ? ആശയുടെ ആശി ഇപ്പോ ഓൾറെഡി എന്റെ കൂടെയാണ് ഉള്ളത്. അപ്പോ ഞാൻ ഇപ്പൊ ആശി ഒരു സ്ട്രെയിറ്റ് മെൻ ആണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആള് അങ്ങനെയൊന്നുമില്ല. ആശി സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാത്രം താല്പര്യം, അങ്ങനെ നോർമൽ സ്ത്രീകളോട് മാത്രം, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും അവൻ സ്ട്രൈറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ ട്രാൻസ് അല്ലേ. അതെ. അപ്പോ അങ്ങനെ ചോദ്യം വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു ക്യു ആർ കപ്പിൾ ആയിട്ട് അംഗീകരിക്കണം, അല്ലെങ്കിൽ ക്യു ആർ കപ്പിൾ ആണെന്ന് പറയാനാണ് എനിക്കിപ്പോ താല്പര്യം. ഓക്കെ, ഈ ഉമ്മയുടെ എതിർപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നല്ലോ. അപ്പൊ ഉമ്മയ്ക്ക് എനിക്ക് ഉമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നോ, മോശം ഉമ്മയെ കുറിച്ച് മോശം സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ചാനൽ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ കാണി, അതുള്ളതാണോ? ഏത് ഒരു ചാനലിൽ? ഞാൻ ഒരിക്കലും ആഷിയുടെ ഉമ്മാനോട് മോശം സംസാരിച്ചിട്ടില്ല. ആ വോയിസ് കേൾക്കുന്നവർക്ക് അറിയാം. ഞാൻ ഒരിക്കലും ആഷിയുടെ ഉമ്മാനെ അതിൽ മോശം പറയുന്നില്ല. ഞാൻ അതിൽ പറയുന്നത് ആഷിയുടെ ഉമ്മ ഓൾറെഡി എന്നെ അതിൽ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതൊരു വിഷമമില്ല. കാരണം ആ ഉമ്മാന്റെ അത്രയും ഒരു ദേഷ്യമാണ് അത് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറൊരു ഉമ്മയാണെങ്കിൽ ഉമ്മ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. കാരണം ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എന്നെ അംഗീകരിക്കാൻ ഞാൻ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ പറ്റാത്തത് കൊണ്ട് ആ ഉമ്മ എന്നോട് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, കുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ എന്റെ മോനെ എന്തിനാണ് കുണ്ട നീ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ പറയുന്ന ആ വോയിസിൽ തന്നെ ഉണ്ട്, കുണ്ട എന്നെ വിളിക്കണ്ട, നിങ്ങളെ വീട്ടിൽ വേറെ 2 പേരില്ലേ അവരെ പോയി വിളിക്കുന്ന ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ ആദ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് ഇതായിക്കൂടെ, അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ ഒരു വാശി വെച്ച് നടക്കുന്നത് എന്നാണ് ഞാൻ ഉമ്മാനോട് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഉമ്മാനെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഉമ്മാനെ, കാരണം എനിക്കൊരു ഉമ്മ ഉള്ളതാ. നാളെ ആ ഉമ്മാനെ ഞാൻ തെറി വിളിച്ച പോലെ ആയിരിക്കും ഞാൻ ഈ ഉമ്മാനെ തെറി വിളിക്കുമ്പോൾ. അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉമ്മാനെ, പിന്നെ പ്രത്യേകിച്ച് ആഷിയുടെ ഉമ്മാനായിട്ട് ആഷി കോണ്ടാക്ട് ഉണ്ട്, ഇന്നലെ വരെ കോണ്ടാക്ട് ഉണ്ട്. അവർ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അവനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകും. പക്ഷെ അവൻ അവിടെ അധികം നിൽക്കാറില്ല. 2 ദിവസം നിൽക്കും, അല്ലെങ്കിൽ 1 ദിവസം നിൽക്കും, തിരിച്ചു വരും. കാരണം അവിടെ എല്ലാവരും അവനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ഇതിങ്ങനെ കുത്തിവെക്കുന്നത് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ പോവും, ഉമ്മാനെ കാണും, പോരും, അത്രയേ ഉള്ളൂ. പെരുന്നാളിന് ഉമ്മാക്ക് ക്യാഷ് അയച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയി, പിന്നീട് എന്തായിരുന്നു നിങ്ങൾ റീയൂണൈറ്റ് ചെയ്യാനുള്ള റീസൺ? പിന്നെ ആൾക്ക് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി, ആ പോയ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി. എല്ലാം ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഉമ്മാന്റെ ഫോണിലേക്കാണ് ആശി വിളിക്കുന്നത്, എനിക്ക് തന്നെ കാണണം, സംസാരിക്കണം, ഞാൻ ട്രാപ്പ് ആയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പോയി സംസാരിച്ചു, എന്റെ ബിൽഡിങ്ങിന് താഴത്ത് വന്നു, ഞങ്ങൾ സംസാരിച്ചു. അതിന് ശേഷം ആണ് അവൻ പറഞ്ഞത്, എനിക്ക് ഞാൻ ട്രാപ്പായി പോയത് ജാസി, എനിക്ക് നീലാണ്ട് പറ്റില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ റീജോയിൻ ആയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, തെറ്റ് പറ്റിയിട്ട് അവൻ തിരിച്ചിങ്ങോട്ട് വന്നത് നിന്നോട് ചോദിച്ചില്ല, അപ്പൊ പിന്നെ നീ ഒരു അവസരം കൂടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു അവസരം കൊടുക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇനി ഒരു അതുണ്ടായാലും ഒരിക്കലും ഞാൻ ഒരു അവസരം കൊടുത്തിരുന്നു വരില്ല. അങ്ങനെ പേടിക്കുന്നുണ്ടോ? പേടിക്കുന്നില്ല. പക്ഷെ ഉണ്ടായാൽ അറിയാൻ പറ്റില്ല, നമുക്ക് മനുഷ്യന്മാരല്ലേ, മാറുമല്ലോ. ഇപ്പൊ ശാരികയുടെ സ്വഭാവം അല്ലല്ലോ എന്റെ സ്വഭാവം. ശാരികയുടെ പല ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട്, അതിന്റെ സ്വഭാവം അല്ലല്ലോ എന്നോട് ചോദിക്കുന്ന സ്വഭാവം. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരല്ലേ, മാറുമല്ലോ.
അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവിടെ നമുക്കിട്ട് കുത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നതല്ലേ? ഒരു അല്ല, ഒരു ഞാൻ ഇന്റർവ്യൂ അല്ല. ഒരു ഇന്റർവ്യൂർ ഇങ്ങനെയൊക്കെയാണോ ഗസ്റ്റ് സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഷാരികയുടെ ഇന്റർവ്യൂ കാണാറുണ്ട്. പക്ഷെ അത് നല്ല കാര്യം. അതിൽ പല ഇന്റർവ്യൂവിലും ഷാരിക ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞ രണ്ടെണ്ണം പറയാൻ തന്നെയാണ് ഈ ഷോയിൽ വന്നത്. ഞാൻ ഇതിനകത്തൊന്നും personal ആയിട്ട് ജസ്റ്റിയോട് ചോദിച്ചിട്ടില്ല. ഷാരികയുടെ ഷോ ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നെയാണ് ഞാൻ, കാരണം എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വരാറുണ്ട്. ഞാൻ അങ്ങനെ ഇന്റർവ്യൂസ് അതിപ്പോ അധികം ഇന്റർവ്യൂസ് ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഇന്റർവ്യൂ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. തുറന്നാ മുഴുവൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആണല്ലോ കാണുന്നത്. അത് കുറെ മുമ്പ് കൊടുത്ത ഇന്റർവ്യൂകൾ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജാസിന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിങ്ങനെ 10-15 എപ്പിസോഡായിട്ട് ഇങ്ങനെ ആൾക്കാർ കട്ടായിട്ട് ഇട്ടോണ്ടിരിക്കുന്നത് അതിന്റെ തെറ്റല്ല. ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നതാണ്, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന അവർ ലേഡിയാണ്. അവര് പിന്നെ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് വേറൊരു കപ്പിളിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ ട്രാൻസ് കപ്പിളിനെ കുറിച്ച്. പക്ഷേ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷിക്ക് കുഴപ്പമൊന്നുമില്ല, അവനൊരു നല്ല പയ്യനാണ്, അവനൊരു ഈ ആരോഗ്യവാനായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു പയ്യനാണ്. പക്ഷേ ജെസി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ജെസിക്കാണ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രാൻസ് അല്ല. നിങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ മുടി വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പെണ്ണാവില്ല, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുകയാണെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ ഹോർമോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോർമോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വേദനയുള്ള ലേസർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അങ്ങ് പറ്റിച്ച് നടന്നാൽ പോരെ? ഞാൻ ഈ ഹോർമോൺ എടുത്ത് ഈ ലേസർ എടുത്ത് ഇത് ട്രീറ്റ്മെന്റ് എടുത്ത് നടക്കുന്നത് അതിന് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, ഒരു ആണ്, ഒരു പക്ക ആണ്, അല്ലെങ്കിൽ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്ട്രൈറ്റ്, ഞാൻ ആ വാക്ക് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഒരു ട്രാൻസ് വുമനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്താണ് പ്രശ്നം? കല്യാണം ഉടനെ ഉണ്ടോ? കല്യാണം ഞങ്ങൾ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാ. ഞങ്ങൾ മുസ്ലിം ഇതുപോലെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യ കണ്ടിരുന്നു. ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആണോ? ഒഫീഷ്യലി രജിസ്റ്റേർഡ് ഒന്നല്ല, അത് ദുബായില് വളരെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നടത്തിയ ചെറിയൊരു ഫംഗ്ഷൻ ആണ്. അത് കഴിഞ്ഞൊരു വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്താൻ നമുക്ക് ഓൾറെഡി താല്പര്യമുണ്ട്. ഞങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉണ്ടാവും. ഷാരിക തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി വിളിച്ച ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആഷി അധികം സംസാരിക്കത്തില്ലെങ്കിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ നന്നായി സംസാരിക്കും. താങ്കളെ പേടിച്ചിട്ടാണ് സംസാരിക്കാത്തത്? ഞാൻ ഒരിക്കലില്ല, കാരണം ഞാൻ പണ്ട് ചില ചാറ്റുകളൊക്കെ കേൾക്കുന്നുണ്ട്, ആഷി വളരെ പേടിച്ചിട്ടാണ്, എന്തോ നിങ്ങൾ തല്ലരുത് എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ചാറ്റ് പുറത്തു. അത് എന്താണ്? അത് ഞാൻ എന്നോട് നുണ പറഞ്ഞു, സംശയരോഗം ഉണ്ടോ? അല്ല, എന്നോട് നുണ പറഞ്ഞിട്ട് ആ കുട്ടിനെ പോയി കണ്ടിട്ട് അത് സ്റ്റിൽ ഞാൻ ആ റിയൽ വീഡിയോ എനിക്ക് എന്റെ ഫ്രണ്ട് എടുത്ത് അയച്ചു തരികയാണ്. അപ്പൊ ഞാൻ ആഷിനോട് ചോദിച്ചു, നീ ഇന്ന് പോയി കണ്ടിരുന്നോ? അപ്പൊ ഓൻ പറഞ്ഞു, ഇല്ല കണ്ടിട്ടില്ല. ഞാൻ തല്ലും. തല്ലിന് എന്താ കുഴപ്പം? ഭർത്താവ് തെറ്റ്. സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് പാർട്ണർ ഇങ്ങനെയാണ്, തല്ലും. അതായത് ഇപ്പൊ ഒരു കള്ളത്തരം കാണിച്ചു അല്ലെങ്കിൽ വേറൊരാളെ പോയി എന്നെ പറയാൻ അനുവദിക്കും, എന്നിട്ട് അതിനുശേഷം താങ്കൾക്ക് സമയം തരാം, കാരണം അതെല്ലാം പൂർണ്ണമായിട്ടും എന്നെ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഈ തല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഇതാണ്, പക്ഷെ പുള്ളിക്ക് വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, പേടിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന, ഇമോഷണലി മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഞാൻ നിഷേധിക്കും. കാരണം ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഭയങ്കര തല്ലാൻ അല്ല, ഞാൻ ഭയങ്കര കൂളാണ്, ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആഷിനെ തല്ലിയതോ? നിങ്ങളല്ലേ ആദ്യം അടിക്കുന്നേ, കേറി നിങ്ങൾ തന്നെ പറഞ്ഞു, കാരണം കുറ്റി നോക്കി കൊടുത്തുന്നത്. പിന്നെ ഞാൻ എന്റെ ഒരു ആളെ, ഞാൻ അത്ര സ്നേഹിക്കുന്ന വ്യക്തിനെ വേറൊരാളെ കൂടെ കണ്ടാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഷാരിക എന്ത് ചെയ്യും? പോയി ഉമ്മ വെക്കുവോ? നമ്മൾ എന്റെ വഴി നോക്കി നമ്മളങ്ങ് പോകും. അയാൾക്ക് നമ്മളെ വേണ്ടാത്തോണ്ടല്ലേ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ അയാളെ തല്ലുന്നേ എന്ത് കാര്യത്തിന്? നമ്മളൊന്ന് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അയാളെ ഇട്ടിട്ട് പോവുകയോ ചെയ്യുക. അത് ഷാരികയുടെ മാന്യമായ സംസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയില്ല, കാരണം ഞാൻ അത്രമേൽ സ്നേഹിച്ച വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഒരിക്കൽ കൂടെ ചെന്ന പുള്ളിയെ കഥം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇനി പോകില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് ഇതിൽ ഞാൻ കൊടുക്കും, കാരണം ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്. കുറച്ചു മുമ്പ് പറഞ്ഞത് മനുഷ്യരെ പോകാൻ സാധ്യതയുണ്ട്, ഇനി പോയാൽ ഞാൻ അടുപ്പിക്കൂല എന്ന് പറഞ്ഞത്. അത് ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ സ്റ്റിൽ പറയാണ്, ഒരിക്കലും പോകത്തില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്കറിയാം ആഷി എന്ന വ്യക്തിനെ ഇപ്പൊ നന്നായിട്ട് എനിക്കറിയാം. ആ സമയത്ത് ഞങ്ങൾ പ്രണയിച്ച് തുടങ്ങിയ സമയമാണ്. ഇപ്പൊ സ്റ്റിൽ എന്റെ കൂടെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവൻ മിണ്ടാറില്ല എന്നല്ല, ആഷി മിണ്ടും, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ആഷിക്ക് ഫസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാൻ ഒരു ഇതുണ്ട്. ഞാൻ പിന്നെ പണ്ട് മുതലേ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എന്റെ സ്കൂൾ ലൈഫ് ആണെങ്കിലും ഞാൻ ഉപന്യാസം, പ്രസംഗം, മത്സരത്തിലൊക്കെ നന്നായിട്ട് മത്സരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരാളെ കിട്ടി ഞാൻ നന്നായിട്ട് സംസാരിക്കും. പേഴ്സണലി എനിക്ക് ഒരു മടിയൊന്നുമില്ല, അങ്ങനെ സംസാരിക്കാണ്ടിരിക്കാൻ എനിക്ക് കുറവാണ്, അങ്ങനെ ഇതൊന്നുമില്ല. എനിക്ക് സ്റ്റേജ് ഫിയറും ഇല്ല, നന്നായിട്ട് സ്റ്റേജിൽ. താങ്കൾക്ക് എന്താണ് താങ്കളുടെ ഉള്ളിൽ ഒരു സ്ത്രൈണത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു 8, 9 ആ സമയത്ത്
ടീനേജ് പ്രായത്തിൽ തിരിച്ചറിഞ്ഞു. അപ്ലൈ ചെയ്തത്. കാരണം നമുക്കൊരു ആൺകുട്ടി നമ്മളെ തൊടുമ്പോഴും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നമ്മളെ തൊടുമ്പോഴും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഇത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ സ്വയം ബോധം തിരിച്ചറിഞ്ഞായിരുന്നു. എനിക്കറിയാം. അപ്പൊ വീട്ടിൽ ഇത് അറിയിച്ചോ? വീട്ടില് ഞാൻ ഓൾറെഡി അത് ഓഫ്കോഴ്സ് നമ്മളെ പേരൻസിൽ നിന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഇപ്പൊ എന്റെ ഉപ്പ പുറത്തിറങ്ങി നടക്കുന്ന ആളാണ്. ഉപ്പാണ് ചോദിക്കുന്നത് നിന്റെ മോൻ എന്താ ഇങ്ങനെ പെൺകുട്ടികളെ കൂടെ സ്കൂളിൽ പോണ്, ഇന്ന് പെൺകുട്ടികളെ പോലെ നടക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാമല്ലോ. അപ്പൊ ഓൾറെഡി അവർക്ക് അറിയാം, ഞാൻ പറയാതെ തന്നെ ഓൾറെഡി അവർക്ക് അറിയാന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോൾ താങ്കളുടെ മാരേജ് ഒരിക്കൽ കഴിഞ്ഞിരുന്നതാണ്, ഞാനത് നിങ്ങളുടെ തന്നെ ഇന്റർവ്യൂവിൽ നിന്ന് കേട്ടതാണ്. അതെ, കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. അപ്പൊ ആ വിവാഹം ഒരു പെൺകുട്ടിയുടെ ജീവിതമായിരുന്നു അത്. നിങ്ങൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നശിപ്പിച്ചിട്ടില്ല, മ്യൂച്വലി ഡിവോഴ്സ് ആയതാണ്. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ബോധമുണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളല്ല, ഞാനൊരു വിമനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പിന്നെ എന്തിനാണ് ഒരു പെൺകുട്ടിയെ അതിനകത്തേക്ക് വലിച്ചഴിച്ചത്? സാഹചര്യം. ഇപ്പൊ അതുപോലെ ട്രാൻസിൽ ഒരുപാട് പേര് കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി സ്റ്റിൽ നോട്ട് മാരീഡ് അല്ലേ? ആ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ടോ? എനിക്ക് അതറിയാം. ഇപ്പൊ കോണ്ടാക്ട് ഇല്ലല്ലോ. കോണ്ടാക്ട് ഇല്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ പറയുന്നത് ഉമ്മയായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ടെന്ന് അവർക്ക് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ശരിക്കും അതൊരു വലിയ ഫംഗ്ഷൻ ആയിട്ട് ഉറപ്പായിട്ടും നിക്കാഹായിട്ട് തന്നെയല്ലേ നടത്തിയിട്ടുണ്ട്? അതെ അതെ. നിങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് ഫാമിലീസ് എല്ലായിട്ട് നടത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആ പെൺകുട്ടിയുടെ ലൈഫ് എത്ര സ്വപ്നങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ അന്ന് കാണാൻ ഉള്ളത്. ഞാൻ പറയാം, അന്ന് നിങ്ങളെ ഒരു മെൻ എന്ന നിലയിൽ അന്ന് കാണാൻ, അന്ന് ട്രാൻസ് വിമൻ ആയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിന് നിങ്ങളെ കാണാൻ നല്ല ഹാൻസം ആയിരുന്നു. സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടായിരിക്കില്ല കല്യാണത്തിന് സംബന്ധിച്ചിട്ട്. ആ സമയത്ത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് തരാം. എനിക്ക് ആ സമയത്ത് സത്യം പറയാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം തുറന്ന് പറയാൻ, എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവായിരിക്കും ഒരു പക്ഷെ തുറന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് എന്റെ പാരന്റ്സിനെ പേടിയായിരുന്നു, എന്റെ മാമന്മാര്, മൂത്താപ്പന്മാര്, അവരൊക്കെ പേടിയായിരുന്നു. പക്ക ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി. അപ്പോൾ ഇവര് ഞാനൊരു ട്രാൻസ് ആണ് അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവാന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാൻ പേടിയായിരുന്നു. സ്റ്റിൽ ആ കുട്ടിനോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്നോട് ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുള്ള ഒരാളാണ്. കാരണം ഞാൻ ഓൾറെഡി എന്റെ പഴയ വീഡിയോസ് ഒക്കെ ആ കുട്ടി കണ്ടത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പണ്ട് ഒപ്പന പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു, ഡാൻസ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് എനിക്ക് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാണ്ടൊന്നുമില്ല ഞാൻ. അല്ലെങ്കിൽ സ്ത്രൈണത ഉണ്ടെന്ന് പറഞ്ഞാലും സപ്പോസ് ഇപ്പൊ മീശയില്ലാത്ത പണ്ട് നമ്മൾ ഈ ഹിന്ദി സിനിമാ നടന്മാർക്കൊക്കെ ഒരു സ്ത്രൈണത ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് കാണാൻ. ലുക്ക് മീശയില്ല, മലയാളി ആൺകളുടെ ഒരു രൂപമാണെന്നല്ലോ ഒരു റഫ് എന്ന് പറഞ്ഞാൽ മീശയുള്ളത്. അപ്പൊ അന്ന് പെൺകുട്ടികൾ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. സ്വാഭാവികമായിട്ട് സ്ത്രൈണത ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാണാൻ ചുള്ളനാണല്ലോ, പിന്നെ ബോയ് ആണല്ലോ അല്ലെങ്കിൽ മാൻ ആണല്ലോ. എനിക്ക് മീശ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരാളെ ലൈഫ് തകർത്തു എന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ലൈഫ് ഉണ്ട്. ഇപ്പൊ എനിക്കും ലൈഫ് ഉണ്ട്, അവൾക്കും ലൈഫ് ഉണ്ട്. പക്ഷെ ഞാൻ സ്റ്റിൽ ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഗൾഫിലേക്ക് പോയി. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദുബായിലേക്ക് പോയി. പിന്നെ ആ സമയത്ത് അവൾ ഡിഗ്രി പഠിക്കായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ വരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എനിക്ക് ഒരു നല്ല ജോലി ആ കുട്ടിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചതിൽ എനിക്ക് സന്തോഷം. നിങ്ങൾ പ്ലാൻഡ് ആയിരുന്നോ എപ്പോഴെങ്കിലും ഇത് ഡിവോഴ്സ് ആകുമെന്ന്? ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് സ്റ്റിൽ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരണം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തുറന്നു പറയായിരുന്നു, എനിക്കിങ്ങനെ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നീ വീട്ടിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ തീരുമാനം എടുത്തോ, വെറുതെ നിനക്ക് കുറച്ച് സ്വപ്നങ്ങൾ. അത് വളരെ അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പൊ അത് അവള് വീട്ടിൽ ഇതാക്കി. അതിനുശേഷം മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിലേക്ക് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തതാണ്. അപ്പൊ ആശയ എപ്പോഴാണ് കണ്ടെത്തുന്നത്? അതിനു മുമ്പേ ആ സമയത്ത് എനിക്ക് ആശ ഉണ്ടായിരുന്നു എന്റെ കൂടെ. നല്ലൊരു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പ്രണയത്തിലേക്ക് മാറുന്നത്. സ്റ്റിൽ ആ സമയത്ത് ആശയും ഓൾറെഡി ഒരു പെൺകുട്ടിനെ കണ്ട് വീട്ടിലിങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ അവൻ ഓൾറെഡി എന്നോട് വീട്ടിലുകാരോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറ്റൂല, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഒരു പ്രണയത്തിലേക്ക് മാറുന്നത്. അപ്പൊ ആ സമയത്ത് ആശി ഒരു ബോയ് ആണ്, നിങ്ങൾ വന്ന് ഇങ്ങനെ ഫീമെയിൽ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ബോഡിയിലേക്ക് മാറുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തുടക്കത്തിൽ കണ്ടാൽ രണ്ട് ബോയ്സ് ആയിട്ടല്ലേ തോന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾക്കൊരു ഗേ സെക്ഷുവാലിറ്റി ആയിരുന്നു അവിടെ? എവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഒരു ഗേ സെക്ഷുവാലിറ്റി? ഇല്ലല്ല, അത് ഞാൻ ആ സമയത്ത് എനിക്ക് എപ്പോഴും എനിക്ക് ട്രാൻസ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദുബായിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ആയി പോയത്. കാരണം ദുബായിൽ ട്രാൻസ് അലൗഡ് അല്ല. പിന്നെ എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് എന്റെ വീടുകാരെ നോക്കണം. കാരണം എനിക്ക് ട്രാൻസ് ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പഠിച്ച കോഴ്സിന് നല്ല കാര്യങ്ങൾ കിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ക്യാഷ് കൂടുതൽ എനിക്ക് ദുബായിലാണ് കിട്ടുക. അത് എനിക്ക് അറിയണോണ്ടാണ് ഞാൻ പിന്നെ സ്റ്റിൽ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാണ്ട് ഞാൻ സ്റ്റിൽ അവിടെ നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇനി എനിക്ക് നാട്ടിലേക്ക് വന്ന് എന്റെ സർജറിയും കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെന്നൊന്നും
തോന്നി. ഞങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തത്. നിങ്ങളെ ആ സമയത്ത് എന്റെ ഉപ്പ ഉണ്ടായിരുന്നില്ല. ചിലപ്പോ എന്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയറിങ് ചെയ്യാൻ ഇനിയും ഞാൻ സമയം എടുക്കുമായിരുന്നു എനിക്ക്. ഓ ഓക്കെ. അപ്പോൾ ആ ഒരു ഭയം നിങ്ങൾക്കുണ്ടായിരുന്നു ഉള്ളിൽ? ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു. പേടി മീൻസ് ഉപ്പാനെ പേടി അങ്ങനെയല്ല, ഒരു ബഹുമാനത്തിന്റെ പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പിന്നെ എനിക്ക് 2 ചേച്ചിമാരായിരുന്നു. അപ്പൊ അവരൊക്കെ അത്യാവശ്യം നല്ല സ്ഥലത്താണ് കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് ഞാൻ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടി ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ പറയാണ്ടിരുന്നത്. അവരുടെ ഫാമിലി ഒന്നും അഫക്റ്റഡ് അല്ല? ഇപ്പോ ഓൾറെഡി ഞാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ ഫാമിലി ഒന്നും അക്സെപ്റ്റഡ് ഒന്നുമല്ല. ഈ ദുബായിൽ വെച്ച് നിങ്ങൾ ഒരിക്കൽ ജയിലിൽ കിടന്ന, ഒരു 28 ദിവസം ജയിലിൽ കിടന്ന കാര്യം പറഞ്ഞു. അതൊക്കെ എപ്പോഴായിരുന്നു സംഭവിക്കുന്നത്? അത് ആ സമയത്ത് ഞാനും അശ്വിൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അത് ഉണ്ടാവുന്നത് മെയിൻ ആയിട്ട് അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ കാര്യം ഈ ഒരു ഐഡന്റിറ്റി ഉള്ളതുകൊണ്ടായിരുന്നു? അല്ലല്ല, അത് വിസയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അത് വിസിറ്റിംഗ് വിസയുടെ പ്രശ്നമായിരുന്നു. എനിക്കൊരാൾ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അവിടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഓൾറെഡി ഞാൻ കൗണ്ടറിന്റെ ഉള്ളിൽ കയറി വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ചെക്കിങ്ങിന് ആൾക്കാർ വരും. വന്നിട്ട് എന്നെ ഐഡി ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ ഐഡി ഇല്ല. അപ്പോൾ ചോദിച്ചു ഐഡി എവിടെ? ഞാൻ വിസിറ്റിംഗിലാണെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണ് സീൻ ഉണ്ടാവുന്നത്. പിന്നെ അത് കുറച്ച് ഗ്യാപ്പ് ആയത് ആ സമയത്ത് അവിടെ ഈദിന്റെ ഹോളിഡേയ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് ഈ ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നിന്നത് ഓൾറെഡി ഇങ്ങനെ ഇതേപോലെ ട്രാൻസ് ആയിട്ടുള്ള കുറെ പീപ്പിൾസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നിന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആശയോടല്ലാതെ ഇതിനു മുമ്പ് ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ശക്തമായില്ല? അത് ശക്തമായില്ല എന്ന് വെച്ചാൽ ആ ആള് കല്യാണം കഴിച്ചു വേറൊരു പെണ്ണിനെ. ഓ, ദാറ്റ്സ് എ പോയിന്റ്. അപ്പൊ പിന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക്, കാരണം എനിക്ക് അങ്ങനെ എന്റെ ഒരു പാർട്ണർ വേറൊരാളെ പാർട്ണറായിട്ട് നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ പാർട്ണർ എന്റേത് മാത്രം ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ പൊസസീവ്നെസ് തന്നെയാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ആള് പറഞ്ഞു എന്നോട്, നിന്നെ അവിടെ നോക്കുന്ന പോലെ ഞാൻ നിന്നെയും നോക്കാം, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാൻ നോക്കാം. പക്ഷെ അതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പ്രണയം ഞാൻ ഒഫീഷ്യൽ അല്ലാതെ സെക്കൻഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. ഈ ആശയുമായിട്ടുള്ള ബന്ധം ദൃഢമാകാൻ ഒരു ബ്രേക്കപ്പ് ആവശ്യമായിരുന്നു വന്നോ? ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ രണ്ടാമത് നിങ്ങൾ? എനിക്ക് തോന്നുന്നു ആ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് കൂടുതൽ ഞങ്ങൾ ബോണ്ട് ആയത്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നും കൂടെ ഞങ്ങൾക്ക് വ്യക്തിപരമായി രണ്ടുപേർക്കും ഞങ്ങൾ ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചത്. കാരണം ഞങ്ങൾ എത്രത്തോളം അകന്ന് നിന്നപ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ നമ്മളൊരാളെ ഒഴിവാക്കി പോയിട്ട് വേറൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വില മനസ്സിലാവുള്ളൂ. ഓ, ജാസി അത്രയും ഇതായിരുന്നു, ജാസി ഇങ്ങനെ ചെയ്യുമായിരുന്നു, ജാസി എനിക്ക് അത് ചെയ്തു തരായിരുന്നു, ഇത് ചെയ്തു തരുന്നു. അപ്പൊ അങ്ങനെ ചിന്ത വരും ഓട്ടോമാറ്റിക്കലി. അപ്പൊ അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. സീരിയസ്ലി ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ, രഞ്ജിമാര്, അതുപോലെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഹേദി സാദിയ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമുക്ക് ഈ പറയുന്ന പോലെ ശ്രുതി സിത്താര, അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ മിക്കവരും ട്രാൻസ് കമ്മ്യൂണിറ്റിയുള്ളവർ. അപ്പൊ അവരിപ്പോ ആരും അങ്ങനെ കളിയാക്കലൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ താങ്കളെ മാത്രം എന്താണ് അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റി? അതെനിക്ക് അറിയില്ല. അതാണ് ഞാൻ അവിടെയാണ് ആ പോയിന്റിലാണ് ഞാൻ ജെസ്സിയോട് ചോദിക്കുന്നത്. താങ്കളൊരു ഫേക്ക് ട്രാൻസ് ആയിട്ട് കാണിക്കുന്നു എന്നാണ് അവരുടെയൊക്കെ ആരോപണം. അല്ല, അതുകൊണ്ടല്ല, അവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസേഴ്സ് ആണ്. ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, ഫേക്ക് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്. നിങ്ങൾക്ക് മാത്രം എന്താണ് അത് നിങ്ങളുടെ ഈ ഒരു ഓവർ ആക്ഷൻ? ഞാൻ ദുബായിൽ നിന്ന് വന്ന് ഞാൻ ഇത്രയും കമ്മ്യൂണിറ്റിനോട് ഇത് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ദുബായിലായിരുന്നല്ലോ, ഇവരൊക്കെ നാട്ടിലല്ലേ. എനിക്ക് അതുകൊണ്ട് ഇവരായിട്ടൊന്നും വലിയൊരു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദില നൂറ, അവർ രണ്ടുപേരും സൗദിയിലോ ദുബായിലായിരുന്ന 2 കപ്പിളാണ് അവര്. ആദില നൂറ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവരെന്ത് അടിപൊളിയായിട്ടാണ് കഴിയുന്നത്. അവരെ ആരും വിമർശിക്കാറില്ല. വളരെ അപൂർവമായിട്ടാണ് അവർക്ക് നെഗറ്റീവ് ഉണ്ട്. തുടക്കത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ആ പെൺകുട്ടികൾ വിവാഹം, അതായത് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ, അവരുടെ പാരന്റ്സിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ്സ് വന്നു. പക്ഷെ ഇന്ന് അവരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതേ പ്രശ്നങ്ങളാണ്. പക്ഷെ അവരിവിടെ വന്ന് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ വന്ന് കാണിക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഇൻ ദ സെൻസ് സൈബർ പീപ്പിൾ പറയുന്നത്. ഞാൻ എന്ത് കോമാളിത്തരാണ് കാണിച്ചത്? എന്റെ പൊന്നുസാക്കിയാണോ കോമാളിത്തരം? എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എന്ത് കോമാളി. അത് എന്റെ ഇനിയിപ്പോ അത് ചെയ്താണെങ്കിൽ പോലും അത് എന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മറ്റൊരാൾക്ക് ചെയ്യാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നത് അത് എന്റെ ഒരു വ്യക്തിത്വമാണ്. അവർക്ക് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യട്ടെ. ജസ്റ്റ് നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഹോട്ട് സീറ്റിനെ അല്ല, കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല,
ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്തല്ലത്, കാരണം എനിക്കെന്താ കൊമ്പുണ്ടോ? അല്ല ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ എനിക്ക് ദേഷ്യം വന്നു. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. സഭ്യത ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരികയോടാണ് പറയാനുള്ളത്. ഞാൻ എന്ത് സഭ്യതയാണ് കുറവാണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളെ പ്രകോപിപ്പിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എന്നോട് പറയുകയാണ് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താ പഴം വിഴുങ്ങിയിരിക്കുകയാണെന്നത്. കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഉത്തരം മുട്ടുന്നവർ അങ്ങനെ പലതും പറയും, പഴം വിഴുങ്ങി ഉത്തരം മുട്ടുമ്പോഴല്ല എനിക്ക് ഉത്തരം മുട്ടേണ്ട ആവശ്യമുള്ളത്. ഇയാൾ പറഞ്ഞ പൊട്ടത്തര ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറ്റേ, ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നസ് വാരി വിതറാനല്ല, നിങ്ങൾ ഇവിടെ ഒന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഹോട്ട് സീറ്റ് ആണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. അതെ, അത് മനസ്സിലായി. അല്ല അത് മനസ്സിലായി, ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും, തല്ലാനിത്തിരി പൊളിക്കും. അല്ല ഒരു മിനിറ്റ് ഞാൻ കണ്ടേ, ഒരു മിനിറ്റ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും മുൻകൂട്ടി ഇത് ഇങ്ങനെ പറയുന്നത് ഇയാൾ ആഷിന്റെ കാര്യം അങ്ങ് വീട്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യമാണ്. ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യമാണ്. മര്യാദ ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ സ്ത്രീയാണെന്നല്ലേ പറഞ്ഞത്. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. അങ്ങനെയല്ലല്ലോ ബഹുമാനിക്കുന്നതാണ് ഞാൻ പറയാത്തത്.